ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഡാഡി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ അവർക്ക് ഇങ്ങനെ നിൽക്കുക. ഇനി അജാസിനെ എന്നെ സംശയമാണോ? അതിന് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അല്ലാണ്ട് മറ്റൊന്നും ഇല്ലല്ലോ. അതോ ഇനി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അജാസിന് എന്നോട്? അജാസിനെ ഞാനൊരു ഫ്രണ്ടായിട്ടാണോ കാണുന്നത്? അങ്ങനെ നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മുടെ അവർണികയുടെ മനസ്സിലൂടെ. അവർണിക ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. അജാസ് തന്നോട് കാണിക്കുന്ന ഓരോ കെയറിങ്ങും കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. ഇത് വെറും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ആലോചിക്കുക. ഇതേ സമയം ഉണ്ടല്ലോ, നമ്മുടെ അജാസിൻ്റെ മുറിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അവർണികയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അവർണിക ഉപയോഗിച്ച ലിപ്സ്റ്റിക്ക്, ടവല്, അതുപോലെ അവർണിക ഉപയോഗിച്ച ഹെയർ ക്ലിപ്പ്, അവർണികയുടെ ചെരുപ്പ്, അവർണിക എഴുതി കൊടുത്ത നോട്ട്, ഇങ്ങനെ ഓരോന്നും ഇവൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവർണികയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറ്റൊന്നുകൊണ്ടാണ് അവൻ ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഒരു സമയം പോലീസ് അന്വേഷണം അജാസിന് നേരെ തിരിയുമെന്നും അജാസ് ഒരു സൈക്കോ ലവറാണ് എന്നും അവർണിക ഇഷ്ടപ്പെട്ടതുകൊണ്ട് കിഷോറിനെ കൊന്നതാണ് എന്നും വരുത്തി തീരണം. അങ്ങനെ അവർണികയും അങ്ങനെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർണിക തന്നെ വെറുക്കും. അപ്പോൾ അവർണിക താൻ ജയിലിലേക്ക് പോയി കഴിയുമ്പോൾ അവർണിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആണ് ഇവൻ ഇങ്ങനെ സൈക്കോ കില്ലർ ആണ് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ച് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അജാസ് ചെയ്യുന്നതിന് നല്ല അജണ്ട ഇവൻ തീരുമാനിച്ചുറപ്പിച്ച അജണ്ടയുണ്ട്. എന്തായാലും നമ്മുടെ രഞ്ജുനാണ് ഒന്നും കഴിക്കാനുള്ളൊരു മൂടുമില്ല, ആഹാരം കഴിക്കാനേ തോന്നുന്നില്ല. പക്ഷേ രഞ്ജു ആഹാരം കഴിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. കാരണം രഞ്ജുവിന് നല്ല കെയർ കിട്ടേണ്ട ഒരു സമയമാണ്. അപ്പോൾ പ്രിയയുണ്ട്, നമ്മുടെ കാഞ്ചനയും ഗീതുവും രേഖയൊക്കെ കൂടിയിട്ട് എന്താ നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ജാപ്പനീസ് ഫുഡിൻ്റെ പേര് പറയുകയാണ്, എന്നിട്ട് ഉണ്ടാക്കുന്ന വിധവും. പക്ഷേ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് നമ്മുടെ ഗീതുവിനും രേഖയ്ക്കും. എന്തായാലും സുഷിയെന്നും കണ്ട അതിൻ്റെ പേര്, കൃഷിയൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന, കൃഷിയല്ല കാഞ്ചനക്കാ, അത് സുഷി എന്ന് പറയാണ്. എന്തായാലും നമ്മുടെ ധ്യാൻ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അല്ല, നീ എന്താ ഇപ്പം വിളിച്ചത്? രാത്രിയല്ലേ വിളിക്കണത്? ഇതെന്തോ സർപ്രൈസ് ഉണ്ടല്ലോ. വലിയൊരു സർപ്രൈസ് ഉണ്ട്. നിനക്ക് ഹെൽത്തി ഫുഡ് ഞാനിവിടെ ഒരു ഡയറ്റീഷ്യനോട് ചോദിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ അവിടെ എത്തും. അതെങ്ങനെ? അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജുന് ഒത്തിരി സന്തോഷമായി. അങ്ങ് ദൂരെ ഇരുന്നിട്ടാണേലും തൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ധ്യാനിനെ ഓർത്ത് അഭിമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫോൺ സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് ഹാളിൽ വെച്ചിട്ടാണ് വർത്തമാനം പറയുന്നത്. ഈ ഒരു സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് ഗീതു രേഖ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗീതു ആണ് രേഖയുടെ ചെവി പറയുന്നുണ്ട്, അതെ, ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു കൊടുത്ത ഫുഡാണ് നമ്മൾ കൊടുത്ത, അവൾ എന്ത് ചെയ്താൽ കഴിക്കത്തില്ല. ഇതിപ്പോൾ ധ്യാൻ കൊടുത്തോണ്ട് ധ്യാനിൻ്റെ തള്ളല്ല, അവൾ മൂക്കും കുത്തി വീഴുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും. എന്തായാലും ധ്യാൻ കൊടുത്തത് എത്രയും പെട്ടെന്ന്, ധ്യാൻ ഓർഡർ ചെയ്ത ഫുഡ് എത്രയും പെട്ടെന്ന് വരട്ടെ, ഞാനത് കഴിച്ചോളാം എന്ന് രഞ്ജു ഇങ്ങനെ പറയുകയാണ്. മാത്രമല്ല ധ്യാനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഞാനൊരാളല്ലല്ലോ ഇവിടെ ഉള്ളത്, മറ്റ് 2 ഗർഭിണികളും കൂടി ഇല്ലേ, അവരുടെ ഹെൽത്ത് കൂടെ നോക്കണ്ടേ. എന്തായാലും അവരിവിടെ ഉള്ളപ്പോൾ ഞാൻ തനിച്ച് കഴിച്ചാൽ എങ്ങനെയാ എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. ആലോചിക്കല്ല, ധ്യാനോട് പറയാം. ഇത് രേഖയും ഗീതും കേൾക്കുന്നുണ്ട്. ഈശ്വര പെട്ടോ. അതായത് ഹെൽത്തി ഫുഡാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ സമയത്ത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് വരുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഗീതുവും രേഖയും കൂടെ അരികിലേക്ക് ചെല്ലുകയാണ്. അരികിലേക്ക് ചെന്നിട്ട് ധ്യാനോട് പറയും, ഫോണിലൂടെ ധ്യാനോട് പറയും, അതെ, ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചോളാം, രഞ്ജുവിന് കെയർ ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ധ്യാൻ പറയും, വേണ്ട 3 പേർക്കുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട്, 3 പേരും കഴിച്ചോ, ഞാൻ അങ്ങനെ മറക്കുമോ എന്ന് ധ്യാൻ പെട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അയ്യപ്പേട്ടൻ ആ സമയത്ത് ഫുഡും കൊണ്ടുവന്നു. എന്നാ ഫുഡ് കഴിക്കാം. എന്തായാലും അതിൽ നിന്ന് കുറച്ച് ഫുഡ് എനിക്കും വേണമെന്ന് നമ്മുടെ പ്രിയ പറയുകയാണ്. അതിനിപ്പോൾ എന്താ 3 പേർക്കുള്ളത് 4 പേർക്കായിട്ട് കഴിക്കാം ബാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക. കാഞ്ചനയെ നോക്കി നിൽക്കും കേട്ടോ, എനിക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചനയും. എന്തായാലും രഞ്ജു പതുക്കെ ഇരുന്നു, ഗീതുവിനെ രേഖനെ പിടിച്ചിരുത്തി. എന്നിട്ട് സോസൊക്കെ ഒഴിച്ചിട്ട് ആ ഫുഡ് കഴിക്കുക. രഞ്ജു വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇതിനകത്ത് ധ്യാൻ്റെ സ്നേഹം കൂടി ഉണ്ടെന്ന്, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞ് കഴിക്കുക. ഇതെന്ത് പറ്റി, അത്ര ടേസ്റ്റ് ആയിരിക്കുമോ? പച്ചയ്ക്ക് ഉള്ള സാലഡ്, അത് പകുതി വേവിച്ച ചിക്കൻ, എങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതിനകത്തുള്ളത്. എന്തായാലും പതുക്കെ രഞ്ജുവും അതുപോലെ തന്നെ ഗീതുവും രേഖയും കൂടി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അവർ നമ്മുടെ രഞ്ജു നിർബന്ധിച്ചിട്ട് ഇത് വായിലേക്ക് വെച്ചപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. പ്രിയയും ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ രഞ്ജു വെച്ച് കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നമ്മുടെ പ്രിയ ചെയ്തത്. എന്തായാലും പ്രിയയും കാഞ്ചനയും അവിടെ നിന്ന് പോയി. രഞ്ജുവും ഗീതുവും രേഖയും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. രഞ്ജു ആസ്വദിച്ച് കഴിക്കുന്നു, രേഖയാണെങ്കിൽ ഛർദ്ദിക്കാൻ ഓടി.
അതെ, വേറൊന്നും കൊണ്ടല്ല, ഫുഡ് നല്ലതാ, പക്ഷേ ഇത് പ്രഗ്നൻസി ടൈമിൽ പ്രശ്നമല്ലേ എന്ന് ഗീതു ഇങ്ങനെ പറയാം കേട്ടോ. ആരെങ്കിലും ഛർദ്ദിക്കുന്നുണ്ട്, എനിക്ക് ഛർദ്ദിക്കാൻ വരും, ഞാൻ റൂമിൽ പോവാം എന്നും പറഞ്ഞ് രഞ്ജു റൂമിൽ പോയിരുന്ന് കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയപ്പോൾ ഗീതുവിൻ്റെയൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. എൻ്റെ ഭഗവാനെ, ഇത് എന്തൊരു ഫുഡ് എന്നും പറഞ്ഞ് നിങ്ങളിരിക്കുക. അപ്പോഴാണ് നമ്മുടെ കാഞ്ചന വന്നത്. അയ്യോ തീർത്തോ എന്നും ചോദിച്ചുകൊണ്ട്. ഇല്ല തീർത്തില്ല, ഇത് 2 എണ്ണം കാഞ്ചനക്കൊക്കെ ഉള്ളതാണ്, ഞങ്ങൾ വെച്ചേക്കുന്നതാ, ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും മതിയെന്നേ, ഇതിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് തോന്നൽ. പക്ഷേ ഇത് കഴിച്ചാലേ സിനിമാ നടിയെ പോലെ ആവുന്ന പറയുന്നത്. സിനിമാ നടിമാർ കഴിക്കുന്ന ഭക്ഷണം അമേരിക്കൻ സിനിമാ നടിമാർക്ക് ഇതാ കഴിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയും ഗീതവും കൂടെ കാഞ്ചനയ്ക്ക് നേരെ ഒരു അമ്പ് തൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പോഴേക്കും കാഞ്ചന അത് മൊത്തം അവിടെ ഇരുന്ന് തിന്ന് തീർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വല്ലാതെ ബുദ്ധിമുട്ടിയാണ് കഴിക്കുന്നത്, എന്നാലും സാരമില്ല, സുന്ദരിയാവൂലോ, അപ്പോൾ പിന്നെ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വിഴുങ്ങുക. എന്തായാലും നമ്മുടെ ഗീതുവിന് ഒരു സുഖമില്ല കേട്ടോ. ആഹാരം ഒന്ന് കഴിച്ചൊന്ന് തുടങ്ങിയിട്ട് അവളുടെ മുന്നിൽ വെച്ച് കുറച്ച് കഴിച്ച് കാണിക്കേണ്ടി വന്നല്ലോ. വല്ലാത്തൊരവസ്ഥയിൽ മുറിയിൽ ഇങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ ഗീതുവിനോട് ഗോവിന്ദ് പറഞ്ഞു, അതെ, സിംഗപ്പൂർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെ ബയോഡേറ്റയൊക്കെ അവർക്ക് അയച്ചു തന്നു, നീ ഇതൊന്ന് നോക്കിക്കേ. പിന്നെ സിംഗപ്പൂർ പ്രൊജക്റ്റ്, എൻ്റെ വയറ്റിലുള്ള പ്രൊജക്റ്റ് എന്താണല്ലോ, ടെൻഷനല്ല ഞാൻ. അതിനിപ്പോൾ എന്തിനാ അത്ര ടെൻഷൻ? നമ്മുടെ കുഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി കിടക്കുകയല്ലേ, ഇതിന് ആഹാരം വല്ലതും കൊടുക്കണ്ടേ? അവനൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ നീ ഒന്നും കഴിച്ചില്ലേ? ധ്യാൻ വിളിച്ചപ്പോൾ എന്തോ സ്പെഷ്യൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അവൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ്, മസാല ചേർക്കാത്ത ചിക്കനും പകുതി വേവിച്ച പച്ചക്കറിയും, രഞ്ജു ആണെങ്കിൽ ലോകത്തൊന്നും ഇല്ലാത്ത സോസും കൂടെ ചേർത്തു. കാലം വന്നിട്ട് ഛർദ്ദിക്കാൻ വരുവാ. അത് നാവി വെച്ചോടെ എൻ്റെ നാവിലെ സകല രുചി അടിച്ചു പോയി. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ആഹാരം കഴിക്കണം എന്ന് വെച്ച് വായിക്ക് രുചിയില്ലാത്ത ആഹാരം കഴിക്കാൻ പറ്റുമോ? മുമ്പ് ഇതുപോലെ എനിക്കും ഒരു നാക്കിൽ രുചി അറിയാത്ത ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു. അന്നേ നമ്മുടെ മണികണ്ഠൻ്റെ കടയില്ലേ, മസാല ദോശ കഴിച്ചപ്പോഴാണ് ടേസ്റ്റ് തിരിച്ച് കിട്ടിയത്. അവിടുത്തെ മസാല ദോശ നീ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോന്നോ? അയ്യോ, ഫുഡ് ഡെലിവറി കഴിയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കഴിക്കാറുണ്ടായിരുന്നു. അടിപൊളിയല്ലേ. എന്തായാലും വൈകുന്നേരം 4 മണിക്ക് മണിയേയും കട തുറക്കുമല്ലോ. എന്ത് തിരക്കാ! കട അടയ്ക്കുന്നത് വരെ ആ പരിസരത്ത് മൊത്തം മസാല ദോശയുടെ മണമായിരിക്കും. എന്ന് പറഞ്ഞ് ഗീതു. ഞാനും ക്യൂ നിന്നാ പലപ്പോഴും കഴിക്കാറുള്ളത്. അവിടെ ഒരു പ്രത്യേകതരം കൂട്ടാം മസാലയ്ക്ക്, രുചി തന്നെ വേറെ തന്നെയാണ്. എനിക്ക് ആ മസാല ദോശ ഇപ്പം കഴിക്കണം, ഒന്ന് പോയാലോ? അയ്യോ, ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് കഴിച്ചേ പറ്റുള്ളൂ. അതല്ല ഗീതു, ഇപ്പം മണിയേര് കട അടയ്ക്കാനുള്ള സമയമായി, നീ റെഡിയായി വരുമ്പോൾ സമയം പോകും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഗീതു. നമ്മുടെ ഗോവിന്ദ് ഡ്രസ്സൊക്കെ മാറണ സമയത്ത് ഗീതു പറയുക, നല്ല നെയ്യൊഴിച്ച് മുരിഞ്ഞ ദോശ, അതിലും മണിയേൻ്റെ നല്ല സ്പെഷ്യൽ മസാലക്കൂട്ടും മടക്കി കൊണ്ടുവന്ന് തരും. അത് കണ്ടിട്ട് തന്നെ വായിലേക്ക് വെച്ച് തരണം കേട്ടോ. എങ്ങനെ തരണമെന്ന് നീ പറഞ്ഞാൽ മതി. ആ മസാല ദോശ കണ്ണേട്ടൻ പതുക്കെ മുറിച്ച് ചട്നിയിൽ മുക്കി സാമ്പാറിൽ മുക്കി എനിക്ക് നാവിലേക്ക് വെച്ച് തരുമ്പോൾ വെണ്ണ അലിയുന്നത് പോലെ എൻ്റെ നാവിലേക്ക് അലിഞ്ഞു ചേരും എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ പറയുകയാണ്. നമ്മുടെ ഗോവിന്ദാണെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രേഖ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. രേഖയ്ക്കും അത് കഴിക്കാനായിട്ട് തോന്നി കേട്ടോ. എന്തായാലും മസാല ദോശയുടെ ആ ഒരു ഇത് വിടാനായിട്ട് പറ്റുന്നില്ല. രേഖ ഇങ്ങനെ ഓർക്കുകയാണ്. ഇപ്പോൾ ഗീതു പറഞ്ഞതുപോലെ തന്നെ വരുൺ ഇങ്ങനെ ദോശയെടുത്ത് ചട്നിയിൽ മുക്കി സാമ്പാറിൽ മുക്കി രേഖയുടെ വായിലേക്ക് വരുൺ വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ രേഖ സ്വപ്നം കാണുവാണ്. വെറും സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് രേഖയ്ക്ക് അറിയാം. എന്തായാലും പതുക്കെ വരുണിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുക. പിന്നെ ഗോവിന്ദേട്ടൻ അങ്ങനെ പലതും കണ്ട് തുള്ളൂന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നീ അങ്ങനെ ചെയ്യിക്കാനൊന്നും വിചാരിക്കണ്ട. ഗോവിന്ദേട്ടനെ പോലെയുള്ള ഉണ്ണാക്കന്മാർ ഭാര്യമാർ പറഞ്ഞു എന്നും പറഞ്ഞ് രാത്രി മസാല ദോശ മേടിക്കാൻ ഓടും. പക്ഷേ ഞാൻ അത്തരക്കാരനല്ല, നീ കഴിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഗീതു അവിടെ മാറി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഗീതുവിന് കലി വരുന്നുണ്ട് വരുണിനോട്. മാത്രമല്ല രാധിക വന്ന് എന്താടാന്ന് കാര്യം തിരക്കി കേട്ടോ. ഗോവിന്ദ് എവിടെ എന്നിയോ കണ്ണൻ എവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദേട്ടൻ മസാല ദോശ മേടിക്കാനെന്ന് പറഞ്ഞ് പോയേക്കുക. ഗീതു ഓടിച്ചേക്കുക, ഇവൾക്കും മസാല ദോശ കഴിക്കണമെന്ന്. പിന്നെ മസാല ദോശ. അപ്പോൾ രാധിക പറഞ്ഞു, നീ പോയി കിടന്നാൽ തുടങ്ങാൻ നോക്കി കയറേഹേ, ആഞ്ജനെ കൊണ്ട് രാവിലെ അങ്ങനെ ഉണ്ടാക്കിപ്പിക്കാം മസാല ദോശ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക അങ്ങനെ രേഖ അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് രാധിക വരുണിനോട് ഇങ്ങനെ പറയുക. അപ്പം ഗീതു ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാലും കണ്ണൻ എന്ത് നാണം കെട്ട പണിയാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഭാര്യയുടെ കൊതി തീർക്കാൻ വേണ്ടി പോയിരിക്കുക. നാണക്കേട് തോന്നും എനിക്ക്. കുടുംബത്തിൽ ചേർന്നവർക്ക് ചേരുന്ന പണിയാണോ ഇതൊക്കെ? ഒരാളും ഇത്രയും പെൺകോന്തനാവരുത്. കരി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗീതുവിനെ. വലിച്ചു കീറാൻ കാത്തിരിക്കുക ഗീതു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. സിയോഗി, താങ്ക് യു.